രാവിലെ അലാറം അടിക്കുമ്പോൾ നിങ്ങൾക്ക് എണീക്കാൻ തോന്നുന്നില്ലേ? ഇനി എഴുന്നേറ്റാൽ തന്നെ ശരീരം തളർന്നതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓഫീസിലാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒന്ന് ഇരുന്നാൽ തന്നെ ഉറങ്ങിപ്പോകുന്നുള്ള ഒരവസ്ഥയിലാണോ നിങ്ങൾ? നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളതാണ് ക്ഷീണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്ഷീണം ജോലിഭാരം കൊണ്ടുണ്ടായിട്ടുള്ളതാണോ? അതോ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുള്ളതാണോ? ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ക്ഷീണം വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ക്ഷീണം മാറാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്ത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം, എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്, ഇതെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണറായിട്ടുള്ള ഡോഫുഡിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. അതിലൊന്ന് ടയർഡ്നെസ് ആണ്, അതായത് സാധാരണ ക്ഷീണം. മറ്റേത് ഫെറ്റീഗ് ആണ്, അതായത് വിട്ടുമാറാത്ത തളർച്ച. ഒരു ദിവസം നമ്മൾ തുടർച്ചയായി ജോലി ചെയ്താൽ അല്ലെങ്കിൽ ഒരു ദൂരയാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമുണ്ടാവാം. അത് പക്ഷേ നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ മാറും. ഇതാണ് സാധാരണ ക്ഷീണം അല്ലെങ്കിൽ ടയർഡ്നെസ് എന്ന് പറയുന്നത്. എന്നാൽ എത്ര ഉറങ്ങിയാലും എത്ര റെസ്റ്റ് എടുത്താലും വിട്ടുമാറാത്ത ക്ഷീണം, അത് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയും ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫെറ്റീഗ് എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഫെറ്റീഗ് 6 മാസത്തിലും കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ക്രോണിക് ഫെറ്റീഗ് സിൻഡ്രോം എന്ന് പറയാം. ഇതിനെ നമ്മൾ നിസ്സാരമായി കാണരുത്. ക്ഷീണത്തിനെ കുറിച്ച് മനസ്സിലാക്കാനും ക്ഷീണം മാറ്റാനുള്ള വഴി എന്താണെന്നും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളുടെ ശരീരം ഒരു കാറാണെന്ന് സങ്കല്പിക്കുക. ഒരു കാറ് ഓടാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവാം. അതിലൊന്ന്, കാറിന് ആവശ്യമുള്ള പെട്രോള് കിട്ടുന്നില്ല. അത് ശരീരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഊർജം ഉൽപ്പാദിക്കാനുള്ള ഭക്ഷണവും വെള്ളവും കിട്ടുന്നില്ല. ഇതാണ് ഭൂരിഭാഗം ആൾക്കാർക്കും ക്ഷീണം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം. 2, കാറ് മാസങ്ങളായി ഷെഡിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. വണ്ടി ഓടുന്നില്ല, നിങ്ങൾ അതിനെ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ കാറ് ഓടിക്കാതെ ഇട്ട് കഴിഞ്ഞാലും ആ കാറ് കേടാവും. അതിൻ്റെ ടയർ മാറ്റേണ്ടി വരും, ബാറ്ററി കേടാവും. ഏകദേശം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരവും. എക്സസൈസ് ഒന്നും ഇല്ലാതെ ഒരേ ഇരിപ്പ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിനും ഇതേപോലെ വിട്ടുമാറാതെ ക്ഷീണം ഉണ്ടാവാം. വണ്ടി ഓടിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കേടുപാടുകൾ മാറ്റാൻ വണ്ടി ഓടിച്ച് തുടങ്ങുക തന്നെ വേണം. ഇനി കാറ് ഓടാത്തതിന് കാരണം അതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എൻജിൻ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക്കലോ വയറിങ്ങിൻ്റെയോ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലോ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കാറ് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം, സ്കാനിങ് ചെയ്ത് നോക്കണം. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. എന്നിട്ട് നമുക്ക് കാറ് പഴയതുപോലെ ഓടിക്കുകയും ചെയ്യാം. ശരീരത്തിൻ്റെ കാര്യവും ഇതേപോലെ തന്നെയാണ്. നമുക്കും ഇതേപോലെ വിട്ടുമാറാത്ത ക്ഷീണം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടാവാം. അതിലൊരു കാരണം എന്ന് പറയുന്നത് വിളർച്ചയാണ്, അതായത് അനീമിയ. രക്തത്തിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ ഈ ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്യുന്ന ഓക്സിജന്റെ അളവും സ്വാഭാവികമായി കുറഞ്ഞു വരും. ഇതാണ് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ക്ഷീണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാരണം. രണ്ടാമത്തത് തൈറോയിഡിന്റെ പ്രശ്നങ്ങളാണ്. അതിലും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം. ശരീരത്തിലുള്ള തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞാൽ കാറിന്റെ ആക്സിലേറ്റർ നമ്മൾ എത്ര പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ആക്സിലറേഷൻ കിട്ടാത്തതുപോലെയാണ്. കാറ് എത്ര നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാലും ഒരേ സ്പീഡിലേ പോവുള്ളൂ. അതുപോലെ തന്നെയാണ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് ശരീരം സ്ലോ ആകും. മൂന്നാമത്തത് പ്രമേഹമാണ്. പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കൂടും. അപ്പോൾ അധികം ആൾക്കാരും വിചാരിക്കും ഗ്ലൂക്കോസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഊർജ്ജം ഉണ്ടാകുന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. പ്രമേഹമുള്ളവർക്ക് രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കൂടും. പക്ഷെ ആ ഗ്ലൂക്കോസിനെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഊർജ്ജം ഉൽപ്പാദിക്കാൻ ഉള്ള ഗ്ലൂക്കോസിനെ കൃത്യമായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ക്ഷീണം കൂടുകയാണ് ചെയ്യുന്നത്. ക്ഷീണത്തിൻ്റെ മറ്റൊരു കാരണമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. പ്രധാനമായിട്ടും ചില വൈറ്റമിൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ. അതിലൊന്ന് വൈറ്റമിൻ ഡി ആണ്. രണ്ടാമത്തത് വൈറ്റമിൻ B12 ആണ്. 1-2 ആഴ്ചയോ നീണ്ടു നിൽക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ളൊരു അസുഖം, ഒരു ആക്സിഡൻറ്റ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ, മാനസികമായിട്ടുള്ള പിരിമുറുക്കം, ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ക്ഷീണമുണ്ടാവാം. ഇങ്ങനെ ശരീരത്തിൽ ക്ഷീണമുണ്ടാക്കുന്ന കാരണങ്ങൾ അനവധിയാണ്. പക്ഷെ അതിൽ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കുന്ന കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഡോക്ടറെ കാണണം, ഡോക്ടറുമായി സംസാരിക്കണം, ഡോക്ടർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. ചിലർക്ക് ക്ഷീണം വരുന്നതിൻ്റെ കാരണം അവരൊന്നും ചെയ്യാത്തത് കാരണമാണ്. ഇവർക്ക് ശരീരത്തിന് അസുഖങ്ങളൊന്നുമില്ല. ഇവർ രാവിലെ എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, സോഫയിലിരുന്ന് TV കാണുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, അതിനുശേഷം ഉറങ്ങുന്നു. വൈകുന്നേരം എണീറ്റതിന് ശേഷം ഇവർ പറയും, അയ്യോ വിട്ടുമാറാത്ത ക്ഷീണമാണ്. സത്യത്തിൽ നമ്മളുടെ ശരീരം അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ക്ഷീണത്തിനേക്കാളും കൂടുതൽ പ്രശ്നമാണ് പണിയൊന്നും എടുക്കാതെ ഇരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ക്ഷീണം. ഇനി നിങ്ങൾക്കും കുറച്ച് ദിവസങ്ങളായി ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ക്ഷീണം മാറ്റാൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാം. അതിലാദ്യം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം.
ക്ഷീണം മാറാനുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് വെള്ളത്തിന്റെ അളവാണ്. നിർജ്ജലീകരണം ക്ഷീണത്തിന്റെ വലിയൊരു കാരണമാണ്. എല്ലാ ദിവസവും നിങ്ങൾ 2 മുതൽ 2.5 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തേത് ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഈന്തപ്പഴം, മുരിങ്ങയില, ഇലക്കറികൾ, ക്യാരറ്റ്, ഫ്രൂട്ട്സ്, പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇതെല്ലാം നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി കാർബോഹൈഡ്രേറ്റ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദഹിച്ച് പെട്ടെന്ന് ഗ്ലൂക്കോസായി മാറുന്ന വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് കഴിക്കാൻ ശ്രമിക്കുക. 1-2 ദിവസം ഓട്സോ റാഗിയോ ആക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ഗ്ലൂക്കോസായി മാറില്ല, കുറച്ചും കൂടി സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ക്ഷീണം വരില്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് നട്ട്സും സീഡ്സും കഴിക്കാം. ബദാം, വാൾനട്ട്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്സ്, ഇതെല്ലാം കഴിക്കുന്നത് ആവശ്യത്തിനുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് നൽകും. പല മൈക്രോ ന്യൂട്രിയൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് മിസ്സാവുന്നത് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ക്ഷീണം വരുമ്പം അധികം ആൾക്കാരും ചെയ്യുന്നത് മധുരമുള്ള എന്തെങ്കിലും ജ്യൂസ് കഴിക്കും, അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ പൊടി വെള്ളത്തിലിട്ട് കുടിക്കും. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് താൽക്കാലികമായി ക്ഷീണം മാറുന്നു തോന്നുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം അതിനേക്കാളും കൂടുതൽ ഗുരുതരമായി തിരിച്ചു വരികയും ചെയ്യും. ക്ഷീണമുള്ളവർ എല്ലാ ദിവസവും ജ്യൂസ് കുടിക്കുകയോ ഹോർലിക്സോ ബൂസ്റ്റോ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഡ്രിങ്ക്സ് അല്ല കഴിക്കേണ്ടത്. ഭക്ഷണക്രമം മാറ്റാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ റോ ആയി കഴിക്കാം, ഫ്രഷ് ആയി കട്ട് ചെയ്ത് കഴിക്കാം, ജ്യൂസാക്കി കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അടുത്തത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ കാര്യമാണ്. ക്ഷീണം മാറാൻ ഏറ്റവും നല്ല മരുന്ന് നല്ല ഉറക്കമാണ്. പക്ഷേ അത് എല്ലാ ദിവസവും കൃത്യസമയത്തായിരിക്കണം. രാത്രി 11 മണിൻ്റെ മുമ്പേ കിടന്നുറങ്ങി ശീലിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 7 മുതൽ 8 മണിക്കൂറെങ്കിലും എല്ലാ രാത്രിയും ഉറക്കം കിട്ടുന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കിടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോണും മറ്റ് സ്ക്രീനുകളും ഒക്കെ മാറ്റിവെക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി മികച്ചതാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി ക്ഷീണം മാറാനുള്ള സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ മൾട്ടി വിറ്റാമിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം മാറില്ല. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി, അതായത് കുറവുണ്ടെങ്കിൽ ആ വൈറ്റമിൻസും മിനറൽസും കഴിക്കുന്നത് നല്ലതാണ് ക്ഷീണം മാറ്റാൻ. ഇങ്ങനെ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ അത് ക്ഷീണത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കാം. വൈറ്റമിൻ B12 കുറവാണെന്നുണ്ടെങ്കിൽ അതും കഴിക്കാം. നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നില്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേ ഡോക്ടറുമായി ഒന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും 2-3 ആഴ്ചകൾ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ക്ഷീണം മാറുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണുന്നതിന് മുമ്പേ നിങ്ങൾ ചില ടെസ്റ്റുകളും ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിലൊന്ന് CBC ആണ്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. നിങ്ങൾക്ക് വിളർച്ച ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ടെസ്റ്റ് യൂസ്ഫുൾ ആണ്. രണ്ടാമത്തത് TSH ആണ്, അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നിങ്ങൾക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ മറ്റു തരത്തിലുള്ള തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ ഈ ടെസ്റ്റ് യൂസ്ഫുൾ ആണ്. HbA1cയും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പ്രമേഹം ഉണ്ടോ എന്ന് അറിയാൻ ചെയ്ത് നോക്കാവുന്ന ടെസ്റ്റുകളാണ്. നിങ്ങൾ ഇതുവരെ വിറ്റാമിൻ്റെ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വിറ്റാമിൻ Dയും B12ഉം ചെയ്ത് നോക്കേണ്ടതാണ്. ഇതെല്ലാം സാധാരണ രീതിയിൽ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകളാണ്. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കിഡ്നീൻ്റെയും ലിവറിൻ്റെയും ഫംഗ്ഷൻ നോക്കുന്ന തരത്തിലുള്ള ടെസ്റ്റുകളാണ്. ഇതിലാണ് SGOT, SGPT, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് മനസ്സിലാക്കുന്നതും കിഡ്നിയും ലിവറും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ 2 ടെസ്റ്റും യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു, എന്നിട്ട് നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ടിൽ വാല്യൂസ് എല്ലാം നോർമൽ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഹോം റെമഡീസ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷേ ഈ ചെയ്ത ടെസ്റ്റുകളിൽ വാല്യൂസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, റേഞ്ച് കഴിഞ്ഞ് പുറത്തേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോർഡറിൻ്റെ അടുത്താണ് വാല്യൂസ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടത് തന്നെയാണ്. ചിലപ്പോൾ ഫർദർ ടെസ്റ്റുകളും നിങ്ങളുടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തേക്കാം. ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡോക്ടറുമായി സംസാരിക്കാൻ നിങ്ങൾക്ക് ഡോഫോഡി ഉപയോഗിക്കാം. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ dofody.com സന്ദർശിക്കുക. ചുരുക്കി പറഞ്ഞാൽ ക്ഷീണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു സിഗ്നലാണ്. അത് അവഗണിക്കാതിരിക്കുക. കാറിന് പെട്രോൾ അടിക്കുകയാണോ വേണ്ടത് അതോ സർവീസ് ആണോ വേണ്ടതെന്നുള്ളത് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ. നിങ്ങളുടെ ക്ഷീണം മാറ്റാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ആരോഗ്യത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള കൃത്യമായ അറിവ് ലഭിക്കാൻ 5 ലക്ഷത്തിലും കൂടുതൽ മലയാളികൾ വിശ്വസിക്കുന്ന ഡോഫോഡിൻ്റെ ഫാമിലിയിൽ നിങ്ങൾക്കും പങ്കുചേരാം. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ വീണ്ടും കാണാം. ബൈ.